എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. സഹ്യപർവ്വതത്തിൻ്റെ പ്രകൃതി സുന്ദരമായ താഴ്വരയിൽ കണ്ണൂർ, വയനാട് ജില്ലകളുടെ സംഗമവേദിയായ കൊട്ടിയൂരിൽ ശക്തി ചൈതന്യ കേദാരമായ ശ്രീ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. തലശ്ശേരി നഗരത്തിൽ നിന്നും ഏകദേശം 65 കിലോമീറ്റർ ദൂരെയാണ് കൊട്ടിയൂർ. പർവ്വത പ്രാന്തങ്ങളിൽ നിന്നും ഉത്ഭവിച്ചെത്തുന്ന വാവലിപ്പുഴയുടെ ഇരു കരകളിലുമായി 2 ക്ഷേത്ര സ്ഥാനങ്ങളുണ്ട്. പുണ്യകേദാരങ്ങളായ ഈ ശിവചൈതന്യ സങ്കേതങ്ങളത്രേ ഇക്കര കൊട്ടിയൂരെന്നും അക്കരെ കൊട്ടിയൂരെന്നും അറിയപ്പെടുന്നത്. ഭൂമിശാസ്ത്രപരമായി വയനാടിൻ്റെ തനിമ നഷ്ടപ്പെടാത്ത കൊട്ടിയൂർ പ്രദേശം കണ്ണൂർ റവന്യൂ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയുടെ വന്യഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയാണ് കൊട്ടിയൂർ. ചുറ്റിലും ഉയർന്നു നിൽക്കുന്ന ഗിരിശൃംഗങ്ങളും സസ്യലതാദികളാൽ നിബിഡമായ കാവുകളും പുണ്യതീർത്ഥമായ വാവലിപ്പുഴയുടെ സാന്നിധ്യവും കൊട്ടിയൂരിൻ്റെ സവിശേഷതയാണ്. പ്രകൃതിയുടെ വരദാനമായ കൊട്ടിയൂരിൻ്റെ ചൈതന്യ ധന്യത അവർണ്ണനീയമാണ്. ചുറ്റിലും ഉയർന്നു നിൽക്കുന്ന ശ്യാമസുന്ദരങ്ങളായ ഗിരിശൃംഗങ്ങൾ കൊട്ടിയൂരിൻ്റെ കാലാവസ്ഥയെ അനുകൂലമായി സ്വാധീനിക്കുന്നു. ലോകത്ത് തന്നെ അത്യപൂർവങ്ങളായ ഉദാത്ത നിത്യഹരിത വനങ്ങൾ കൊട്ടിയൂർ വനഭൂമിയുടെ സവിശേഷതയ്ക്ക് മാറ്റുകൂട്ടുന്നു. മലമടക്കുകളുടെയും പാറക്കെട്ടുകളുടെയും ധാതുസ്പർശവുമായി വനാന്തരങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഔഷധവാഹിനിയായ വാവലിപ്പുഴ കൊട്ടിയൂരിൻ്റെ പരിപാവനതയ്ക്ക് ഉത്കൃഷ്ടത വർദ്ധിപ്പിക്കുന്നു. പ്രകൃതിയുടെ അതിദേവനായ ആദിത്യ ഭഗവാൻ തന്നെയാണല്ലോ കഴുത്തിൽ നാഗഹാരം ചൂടി ജടാവൽക്കലങ്ങൾ ധരിച്ച വൈദ്യനാഥനായ ശ്രീ പരമേശ്വരൻ. നാഗദേവതകളുടെ വിഹാരഭൂമിയായ കാവുകളും കൊട്ടിയൂരിൻ്റെ പ്രകൃതി പ്രതിഭാസങ്ങളുടെ ധന്യതയ്ക്ക് മകുടം ചാർത്തുന്നു. ഇക്കരെ ക്ഷേത്ര സന്നിധാനത്തെ ഗൂഢപൂജകൾ നടക്കുന്ന ആയില്യാർക്കാവും മുത്തപ്പൻ്റെ വാസസ്ഥലമായ കൊട്ടേരിക്കാവും ദേവീ ചൈതന്യ സങ്കേതങ്ങളായ പള്ളിയറ കാവുകളും കൊട്ടിയൂർ വനഭൂമിയുടെ ചൈതന്യ ധന്യതകളിൽ ചിലതു മാത്രം. പ്രകൃതി രമണീയമായ ഈ ധന്യതയുടെ നിറവിൽ വാവലിയാറിൻ്റെ വടക്കു ഭാഗത്ത് മൂലക്ഷേത്രമായ അക്കരെ കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നു. ചുറ്റിലും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തിരുവഞ്ചിറ എന്ന ജലാശയത്തിൻ്റെ നടുവിലാണ് ചൈതന്യസ്ഥാനം. സാധാരണ ക്ഷേത്രങ്ങളെ പോലെ കെട്ടിടമോ എടുപ്പുകളോ ഇവിടെയില്ല. മണിത്തറ, അമ്മാറക്കൽ തറ എന്നിങ്ങനെ 2 സ്ഥാനങ്ങളാണ് ജലാശയത്തിന് നടുവിലുള്ളത്. മണിത്തറയിൽ ശ്രീ പരമേശ്വരൻ്റെ സ്വയംഭൂലിംഗം സ്ഥിതി ചെയ്യുന്നു. അമ്മാറക്കല്ല് പരാശക്തിയുടെ സങ്കേത സ്ഥാനമാണ്. ഇപ്രകാരം ശിവശക്തിമാരാണ് ഇവിടുത്തെ പ്രധാന ആരാധ്യ ദേവതകളെന്ന് പരക്കെ പ്രസിദ്ധമാണ്. തീർത്ഥാന്തേ തടിനീടതേ ജലനിധേ തീരേ സരിത് സംഗമേ ശൈലാഗ്രേ ദ്രിതടേ വനോപവനയോ രുദ്ധ്യാനദേശേ തഥാ എന്നിങ്ങനെ ക്ഷേത്ര പ്രതിഷ്ഠകൾക്ക് അനുയോജ്യമായ സ്ഥാനങ്ങളെപ്പറ്റി തന്ത്രശാസ്ത്രം വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും അനുയോജ്യമായ പ്രകൃതി വിന്യാസത്തിൻ്റെ ധന്യഭൂമിയിൽ പ്രതിഷ്ഠാവിധികൾ ഏതുമില്ലാതെ ഈശ്വര ചൈതന്യം സ്വയംഭൂവായി അവതരിച്ചിട്ടുള്ളതായി അക്കരെ കൊട്ടിയൂരിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇടവ മാസത്തിലെ ചോതി നാൾ മുതൽ മിഥുനമാസത്തിലെ ചിത്രനാൾ വരെയുള്ള 28 ദിവസം മാത്രമേ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തുകയുള്ളൂ. ഈ കാലയളവാണ് കൊട്ടിയൂർ
വൈശാഖ മഹോത്സവമായി അറിയപ്പെടുന്നത്. ഉത്സവവേളയല്ലാത്ത ബാക്കി 11 മാസവും അക്കരെ ക്ഷേത്രത്തിൽ ആളുകൾക്ക് പ്രവേശനമില്ല. മനുഷ്യർക്ക് പ്രവേശനം നിഷിദ്ധമായ ഈ കാലയളവിൽ അക്കരെ ദേവതകൾ പൂജ ചെയ്യുന്നുവെന്നാണ് വിശ്വാസം. ഇത് രണ്ടാമത്തെ മേൽപ്പാലാണ്. 2 മേൽപ്പാലമുണ്ട് ഇവിടെ. ഒന്നിവിടെ ഉണ്ട് വാവലിക്കെട്ടിൻ്റെ അടുത്ത്, രണ്ടാമത്തത് ഇപ്പുറത്തെ ഭാഗത്തുണ്ട്. 2 പുതിയ മേൽപ്പാലമുണ്ട്. നടന്നു പോകുന്നതിൽ ഇപ്പം നല്ല സൗകര്യമാണ്. ആചരണങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കേരളത്തിലെ ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സങ്കേതമാണ് ശ്രീ അക്കരെ കൊട്ടിയൂർ. പ്രാചീനമായ കീഴ്വഴക്കങ്ങളുടെയും ശൈലികളുടെയും തനിമ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ വൈശാഖ മഹോത്സവം കൊണ്ടാടുന്നത്. ലക്ഷോപലക്ഷം ജനങ്ങൾ പ്രതിവർഷം വന്നു ചേരുന്നതും ഉത്സവ നടത്തിപ്പ് സംബന്ധിച്ച് നിരവധി അവകാശികളും അടിയന്തരക്കാരും താമസിക്കേണ്ടതുമായ ഈ ക്ഷേത്ര സങ്കേതത്തിൽ സ്ഥിര സ്വഭാവമുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഒന്നും തന്നെ പാടില്ല എന്നത് ശ്രദ്ധേയമാണ്. യാഗശാലകൾ അഥവാ കയ്യാലകൾ എന്നറിയപ്പെടുന്ന താൽക്കാലിക ഓല ഷെഡുകളാണ് അടിയന്തരക്കാർക്കും മറ്റും താമസിക്കുന്നതിനും ഓഫീസ് പ്രവൃത്തി മുതലായവ നിർവഹിക്കുന്നതിനും വേണ്ടി തയ്യാറാക്കുന്നത്. ഇതര ക്ഷേത്രോത്സവങ്ങളിലേതുപോലെ ആധുനിക സ്പർശമുള്ള കലാപരിപാടികളും ഇവിടെയില്ല. ശീവേലി എഴുന്നള്ളത്ത്, പാണികൊട്ട്, കൊട്ടിപ്പാടി സേവ, പാടകം, കൂത്ത് എന്നിങ്ങനെയുള്ള ക്ഷേത്ര കലാരൂപങ്ങൾ മാത്രമാണ് നടത്താറുള്ളത്. 27 നാൾ നീണ്ടു നിൽക്കുന്ന അതിപ്രാചീനമായ ഈ യാഗോത്സവം വെടിക്കെട്ടില്ലാത്ത മഹോത്സവമാണ് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സ്വയംഭൂലിംഗം കുടികൊള്ളുന്ന മണിത്തറയ്ക്ക് മുകളിൽ ഉത്സവകാലത്ത് മഴയും വെയിലുമേൽക്കാതെ താൽക്കാലിക പർണശാല കെട്ടിയുണ്ടാക്കുകയും ചെയ്യുന്നു. പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് വനാന്തരീക്ഷത്തിൽ നടക്കുന്ന ഉത്സവം അക്കരെ കൊട്ടിയൂരിൻ്റെ വൈശിഷ്ട്യമാണ്. ഈ ഭൂപ്രദേശത്തിൻ്റെ അതീവ പാരിസ്ഥിതിക പ്രാധാന്യം പൂർവിക ജനത ഉൾക്കൊണ്ടിരുന്നു എന്ന് വ്യക്തം. കോവിഡ് എന്ന മഹാമാരി ലോകമെങ്ങും ഭീകര താണ്ഡവമാടിയ വേളയിലും ഭക്തജന പ്രവേശനം ഉണ്ടായിരുന്നില്ലെങ്കിലും യാഗോത്സവ ഭൂമിയിലെ ആചരണങ്ങൾക്ക് മുടക്കമുണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. ജനവാസമില്ലാതിരുന്ന ഈ വനഭൂമിയിൽ ഈ ക്ഷേത്ര സങ്കേതം എങ്ങനെയുണ്ടായി? വൈവിധ്യവും വൈചിത്ര്യവുമാർന്ന ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും നിലവിൽ വരാനുള്ള കാരണം എന്തൊക്കെയാണ്? ഈ മഹത് സന്നിധാനത്തിൻ്റെ പിന്നിലുള്ള ഐതിഹ്യങ്ങൾ എന്തെല്ലാമാണ്? ഒരു എളിയ ഭക്തൻ്റെ ജിജ്ഞാസയോടെ നമുക്ക് ആ മഹത് ചരിത്രങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. അത് അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. അതുവരേക്കും നമസ്തേ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമസ്തേ. ഇത് തീർത്ഥ കിണറാണ്. ഇവിടുന്ന് ഭക്തന്മാർ വെള്ളം കോരി ഭക്തിപൂർവം സേവിക്കുന്നത് കാണാം. ഈ തിരിയിൽ എത്ര ഉണ്ടാവുക? ഒരുപാടെണ്ണം ഉണ്ട് അല്ലേ? 500 മേലെയുണ്ട്. 20 ഉറുപ്പ്യേ ഉള്ളൂ. അതെ, ചെറിയ പൈസ. അതെ 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 20 ഉറുപ്പ്യക്ക് 600 തിരി അല്ലേ? 500 മേലെ തിരി. നമ്മളൊന്ന് വാങ്ങാം. പുരാണ ഉത്സവം കൊട്ടൂർ മഹാദേവന്റെ പുരാണ ഉത്സവം വായിക്കാം.
പുരാണ പുസ്തകം 50 രൂപയേ ഉള്ളൂ അല്ലേ? ആയിക്കോട്ടെ. ഞാൻ വാങ്ങിച്ചു, അതുകൊണ്ടാണ് കേട്ടാ. ആയിക്കോട്ടെ. നിങ്ങളെവിടെയാ സ്ഥലം? കോന്നി. ഓ, അവിടുന്നേ വന്നതാ. ആ ശരി. എന്താ പേര്? സന്തോഷം. കണ്ടതിൽ സന്തോഷം. എൻ്റെ സജിത്ത് കുമാർന്നാ. എപ്പോഴാ തിരിച്ചു പോകുന്നത്? അതെ അല്ലേ. 13, 17 കലശാട്ടെല്ലാം കഴിഞ്ഞിട്ടേ പോകും. എവിടെ താമസം അപ്പോൾ? മേലെ റൂമിലാണ്. കൂടെ ആരെങ്കിലും ഉണ്ടോ? ആ ശരി. കാണാം. നമസ്തേ.